ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഏപ്രിൽ 11 ക്രാക്കോവിലെ വിശുദ്ധ സ്റ്റെനിസ്ലാവൂസിന്റെ തിരുനാൾ. 1030 ജൂലൈ 26 ക്രാക്കോവിന് സമീപമുള്ള ഷെപാനോവിൽ അദ്ദേഹം ജനിച്ചു. നിഷ്നോയിലെ കത്തീഡ്രൽ സ്കൂളുകളിലും പാരീസിലും പഠിച്ച് പുരോഹിതനായി. അദ്ദേഹത്തിൻ്റെ സന്മാതൃകയും പ്രസംഗങ്ങളും വഴി അനേകർ മാനസാന്തരപ്പെട്ടു. 1072 സ്റ്റെനിസ്ലാവൂസ് ക്രാക്കോവിലെ മെത്രാനായതിനു ശേഷം വിശുദ്ധ തോമസ് മൂറിനെയും വിശുദ്ധ തോമസ് ബെക്കറ്റിനെയും പോലെ ദിദിയൻ രാജാവിൻ്റെ അനീതികളെയും നീതിരഹിതമായ യുദ്ധങ്ങളെയും കർഷകരുടെ തിന്മകളെയും അദ്ദേഹം നിശിതമായി വിമർശിച്ചു. രാജാവ് അനുതാപത്തിൻ്റെ ലക്ഷണം കാണിച്ചെങ്കിലും വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. സ്റ്റെനിസ്ലാവൂസ് മഹറോൻ ചൊല്ലി. കുപിതനായ രാജാവ് പടയാളികളോട് ബിഷപ്പിനെ വധിക്കാൻ ആജ്ഞാപിച്ചു. പടയാളികൾ സ്റ്റെനിസ്ലാവൂസിനെ വധിക്കാൻ വിസമ്മതിച്ചതിൽ രാജാവ് തന്നെ ബിഷപ്പിനെ വധിച്ചു. ഉടനെ രാജാവ് ഹംഗറിയിലേക്ക് പലായനം ചെയ്തു. അവിടെ വച്ച് അനുതപിച്ച് തുടർന്നുള്ള ജീവിതകാലം ഓസിക് ബെനഡിക്റ്റൻ ആശ്രമത്തിൽ താമസിച്ചു. പൗരോഹിത്യ യൂറോപ്യൻ ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനമുള്ള ക്രാക്കോവ് ബിഷപ്പായിരുന്ന സ്റ്റെനിസ്ലാവൂസ് ഹോളണ്ടിന്റെ മധ്യസ്ഥനാണ്. അനീതിക്കെതിരെ പോരാടിയ സ്റ്റെനിസ്ലാവൂസെ ഞങ്ങളും അനീതിയിൽ പതിക്കാതെ കാത്തിടണേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.